ഈ റീസർവേയുടെ പേരിൽ നടക്കുന്നത് തുടർച്ചയായ ജനദ്രോഹ നടപടികളാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയോ കൃത്യതയോ ഇല്ലാത്ത നിലപാടുകളാണ് ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. ഒന്ന്, വ്യക്തമായ അതിരുകളുള്ള ഇവിടുത്തെ സ്ഥല ഉടമകൾ, സാധാരണ കർഷകർ വർഷങ്ങൾക്ക് മുൻപ് വില കൊടുത്തു വാങ്ങി ആധാരം ചെയ്ത് പട്ടയം മേടിച്ച് കൈവശം വെക്കുന്ന, നികുതി അടച്ച് കൃഷി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തി മിക്കവാറും അതിൻ്റെ അടയാളങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് അവർ കൈവശം വെക്കുന്ന, തർക്കരഹിതമായിട്ട് കൈവശം വെക്കുന്ന ഭൂമിയിൽ കയറി അളക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ്? ആ ഭൂമി പുറമ്പോക്കാണെന്നോ സർക്കാർ ഭൂമിയാണെന്നോ അല്ലെങ്കിൽ ഈ കൈവശ ഉടമസ്ഥത നിഷേധിക്കാനോ എന്ത് അധികാരമാണ് ഈ സർവേയുടെ പേരിൽ സർക്കാരിനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കോ നൽകിയിട്ടുള്ളത്? ആദ്യത്തെ ആ നടപടി തന്നെ ഇവിടെ വലിയ പ്രതിഷേധമുയർത്തി, സ്ഥലമുടമകൾ അത് ആശങ്ക ഉയർത്തി, പ്രതിഷേധമുയർത്തി. ഇവിടെ നിന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അത് അറിയിച്ചതിനെ തുടർന്ന് ഞാൻ കളക്ടർക്ക് അത് അയച്ചു കൊടുത്തു. നടപടികൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ആ പരാതികൾ മാധ്യമങ്ങളിലും ശക്തമായിട്ട് വന്നു. അതിനെ തുടർന്നാണ് താലൂക്ക് സമിതിയിൽ, ഈ കഴിഞ്ഞ ദിവസത്തെ താലൂക്ക് സഭയിൽ, ശനിയാഴ്ച ചേർന്ന താലൂക്ക് സഭയിൽ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഹരീഷും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ചാക്കോയും എല്ലാം ആ വിഷയം ഉന്നയിച്ചു. ഞാനും ഉണ്ടായിരുന്നു. തഹസിൽദാർ പറഞ്ഞത് അവരെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെയാണ് സബ് കളക്ടർ ഇവിടെ വന്നു, തലശ്ശേരിയിലെ സബ് കളക്ടർ വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കും എന്നറിഞ്ഞത്. അവിടെ സ്ഥല ഉടമകളും നാട്ടുകാരും സബ് കളക്ടറുടെ മുമ്പിൽ അവരുടെ ആശങ്കകൾ, പരാതികൾ അറിയിച്ചു. ആ സ്ഥലം സന്ദർശനം നടത്തി പരിശോധിച്ച് വ്യക്തമായ അതിരും രേഖകളുമുള്ള സ്ഥലം എങ്ങനെ അത് പുറമ്പോക്കാവും, അല്ലെങ്കിൽ കേളകം പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള തീക്കണി പുഴ അതെങ്ങനെ ആറളം പഞ്ചായത്തിലാവും, ആ പുഴയുടെ പേരെങ്ങനെ ചീങ്കണ്ണി പുഴ എന്ന് എല്ലാ റെക്കോർഡുകളിലും പഞ്ചായത്ത് അതിർത്തിയിൽ, വനാതിർത്തിയിൽ എല്ലാമുള്ള റവന്യൂ രേഖകളിലെല്ലാമുള്ള ചീങ്കണ്ണി പുഴയുടെ പേര് മാറ്റി അത് ആറളം പുഴ എന്ന് പറഞ്ഞാൽ അത് ആറളംകാർക്ക് പോലും അങ്ങനെ ഒരു അവകാശമില്ല. അപ്പൊ ഈ കാര്യത്തിൽ ഈ വരുന്ന ആളുകൾക്കൊരു വ്യക്തത വേണം, കൃത്യത വേണം. ഇത് ആശങ്ക ഉണ്ടാക്കാനോ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള ഒരു സംവിധാനമല്ല. ഇത് കുറെ നാളായി തുടരുകയാണ്. നിയോജകമണ്ഡലത്തിൽ തന്നെ ആദ്യം ഇത് ആറളം പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള റീസർവേയുടെ പ്രശ്നം വന്നു. എടൂർ പള്ളിയുടെ സിനിസ്ഥേരി അത്രയും വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ ഈ കുടിയേറ്റ ജീവിതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സിനിസ്ഥേരിയായിരുന്നു എടൂർ പള്ളിയുടെ. അത് നിൽക്കുന്ന എവിടെയാണ്? ആറളം പഞ്ചായത്തിന്റെ ഉള്ളിൽ, ഏകുന്ന പഞ്ചായത്തിൽ നിന്ന് കുറെ ദൂരം മാറി നമ്മുടെ മലയോര ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു കുന്നിന്റെ പുറത്താണ്. അതിനെ വിളിക്കുന്നത് തന്നെ സിനിസ്ഥേരി കുന്നാണ്. പക്ഷെ അവരൊന്നും അവിടെ കുറ്റി, അതിന് സർവേ ഡിപ്പാർട്ട്മെന്റ് ആ വിഷയം 4 വർഷമായിട്ട് നിൽക്കുകയാണ്. ഞാൻ മന്ത്രിക്ക് പരാതി കൊടുത്തു, നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മന്ത്രിയെ കണ്ടു, കളക്ടറെ കണ്ടു, ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. 2 മന്ത്രിമാരുൾപ്പെടെ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ ജനപ്രതിനിധികളും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം വന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ജില്ലാ തലത്തിലുള്ള MLA-മാരുടെ മീറ്റിംഗ്, റവന്യൂ ജില്ലാ അസംബ്ലി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷമായിട്ട് പുതിയ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ യോഗങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പേരാവൂരിൽ നിന്ന് ഉന്നയിച്ച ഓരോ സ്ഥലത്തെയും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരു വേദിയാണ്. അതിലെ ഡിപ്പാർട്ട്മെന്റിന്റെ, സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ, ജില്ലാ കളക്ടർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ, മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്ന മീറ്റിങ്ങിലാണ് ഇതൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഇതിനൊന്നും പ്രയാസം വരില്ല, യഥാർത്ഥ സ്ഥല ഉടമകളുടെ ഭൂമിക്ക് പ്രയാസം വരില്ല, അവരുടെ കൈവശവും അവരുടെ രേഖയും ആരും ചോദ്യം ചെയ്യില്ല, ഈ വിഷയം അവസാനിപ്പിക്കും, പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത് ഗവൺമെന്റ് വളരെ ലാഘവത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി, ഈ പ്രശ്നവും ഇങ്ങനെ പരിഹാരമില്ലാതെ അവശേഷിക്കുന്നത്. അപ്പൊ ഇന്നലെ വന്ന് സബ് കളക്ടർ ഒന്ന് പറയുന്നു, ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് പുഴയുടെയും അതുപോലെ തന്നെ റോഡിന്റെയും സമീപത്ത് ഇതേ സ്ഥലത്ത് ഈ സ്ഥല ഉടമകളുടെ ആശങ്ക നിലനിർത്തുന്ന രൂപത്തിൽ, വർദ്ധിപ്പിക്കുന്ന രൂപത്തിലാണ്
ഈ റീസർവേ ടീം വന്ന് അവർ അളക്കാൻ വേണ്ടി പരിശോധിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും അവരും കൂടി ഇടപെട്ട് അത് തൽക്കാലം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഈ സ്ഥലത്തേക്ക് വരൂ എന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണാധികാരികൾക്ക് സാധിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിന് സാധിക്കണം. ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇപ്പോൾ പല പഞ്ചായത്തുകളിലും കടിച്ചാറുണ്ടായിരുന്നു, ആറളത്തുണ്ടായിരുന്നു, അയ്യമ്പത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇത് കുറേ ദിവസമായിട്ട് നിലനിൽക്കുകയാണ്. ഇതിന് ചർച്ചയിലൂടെ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ ഈ യഥാർത്ഥ കൃഷിക്കാരുടെ സർവ്വോടമകളുടെ അവകാശത്തിന് യാതൊരു കോട്ടവുമില്ല, തർക്കവുമില്ല എന്ന നിലയിലുള്ള തീരുമാനം ഉണ്ടാകണം. അല്ലെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ നിർബന്ധിക്കുന്നു. അതൊരു തെറ്റായ സമീപനമാണ്, വ്യക്തത വരുത്തണമല്ലോ. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ ആർക്കാ യോജിപ്പില്ലാത്ത, ആർക്കാ യോജിക്കാൻ കഴിയാമോ? നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തിയുടെ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അളക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള രേഖകളില്ലേ, ആധാരമില്ലേ, നിധിച്ചിട്ടില്ലേ, പട്ടയമില്ലേ, ഇതെല്ലാം ഡോക്യുമെന്റ്സ് അല്ലേ, വാലിഡ് ഡോക്യുമെന്റ്സ് അല്ലേ, കൈവശമില്ലേ, അവിടെ ആ സ്ഥലം അഭിവൃദ്ധിപ്പെടുത്തിയതിന് തെളിവില്ലേ, 10, 30, 40 വർഷമായിട്ട് അവിടെ നട്ടു വളർത്തിയ തെങ്ങില്ലേ, മറ്റു കൃഷി വൃക്ഷങ്ങളില്ലേ, മതിലില്ലേ, പല സ്ഥലത്തും ആനമതിലില്ലേ, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കയറി, ആനമതിൽ ഇപ്പുറത്തേക്ക് കയറി എന്ത് അളക്കാൻ? അപ്പോൾ പഞ്ചായത്താണെങ്കിലും അവർക്ക് പഞ്ചായത്തിന് നേരിട്ടല്ല, പക്ഷെ അവരെടുക്കുന്ന തീരുമാനം ജനങ്ങൾക്ക് ഗുണകരമായിരിക്കണം. അല്ലാതെ എന്താണ് ഒരു അതിന് വ്യക്തതയില്ലാത്ത നിലപാടെടുത്ത് പോകാൻ വേണ്ടി. ഈ ആർവത്തിന്റെ സർവേയുമായി ബന്ധപ്പെട്ടാണ് തീർച്ചയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സർവേ നടക്കുന്നത്. അപ്പോഴാണ് അതിരുകൾ ഇപ്പോഴത്തേക്ക് കയറി വരുന്നതായിട്ട് കാണിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് ഇതുവരെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? ഈ ആറളം കേരള പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന വ്യക്തമായ പുഴയില്ല, ചീങ്കണ്ണി പുഴയില്ലേ, അതല്ലേ എല്ലാ റവന്യൂ രേഖകളിലും അതല്ലേ. ഈ കേരള പഞ്ചായത്തിന്റെ അതിർത്തിയാണ് ആ സൈഡിൽ, ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അതിർത്തിയാണ്. ആ പുഴയുടെ പേരെന്താ? ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്ന, ഇപ്പൊ തന്നെ ഫണ്ട് അനുവദിക്കുന്നോ എന്ത് പ്രപ്പോസൽ കൊടുക്കുന്നത്? ചീങ്കണ്ണിപ്പുഴ. കേരള പഞ്ചായത്തിന്റെ അതിർത്തി എവിടെ എല്ലാവർക്കും അറിയാമോ? ചീങ്കണ്ണിപ്പുഴയല്ലേ. അത് ആറളത്താണ് ആ പുഴ എന്ന് പറഞ്ഞാൽ ഇങ്ങേ ഭാഗം, അവിടെ അങ്ങേ ഭാഗം ആറളാവും ചിലപ്പോൾ. അല്ലാതെ പുഴയുടെ കേരളം സൈഡ് അങ്ങനെയാണെന്ന് ആരെങ്കിലും സമ്മതിക്കാൻ പറ്റും? കടലിന്റെ ഇങ്ങേ സൈഡ് മറ്റേ രാജ്യത്തിനാന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കടലിന്റെ ഇങ്ങേ സൈഡ്. അപ്പൊ ഈ വരുന്നവരുടെ തോന്നിവാസമല്ലേ, നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് ഇവരൊക്കെയാണ്. അതിനാരും ഭരണാധികാരികളും കൂട്ടു നിൽക്കാൻ പാടില്ല. ഈ യന്ത്രം അവസാനിപ്പിക്കണം. കളക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ രേഖകൾ പരിശോധിച്ച് രേഖകൾക്കനുസരിച്ച് പ്ലാൻ അനുസരിച്ചുള്ള ആരുടെയെങ്കിലും രേഖ പരിശോധിച്ചു. ഈ വന്ന ആരുടെയും സ്ഥല ഉടമകളുടെ ആരുടെയെങ്കിലും നിങ്ങളുടെ രേഖ ഏതാണ്, നിങ്ങളുടെ ആധാരം ഏതാണ്, പട്ടയം ഏതാണ്, നിശ്ചിട്ട് ഏതാണ്, ആരുടെയെങ്കിലും നോക്കി. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ആളുകളെല്ലാം ശരിക്കും ആളുകൾ സർവേ തടഞ്ഞിട്ടില്ല. കേരള പഞ്ചായത്തിലെ ഈ 13 വാർഡിലും പല സ്ഥലങ്ങളിലും ഈ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവർ സർവേ നടത്തി കഴിയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം കുറവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അതിലാണ് വ്യക്തത വരുത്തിയാണ് തോന്നുന്നത്. എവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ചീങ്കണ്ണി പുഴയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ ആളുകൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ കളക്ടറുടെ സാന്നിധ്യത്തിൽ വെച്ച് ചർച്ച നടന്നു. കർഷകരുടെ ഭൂമി നഷ്ടപ്പെടില്ല, വ്യക്തമായ പുഴയുടെ സൈഡ് മാറ്റി വെച്ചിട്ട് കർഷകർ പറയുന്നത് അളക്കുമെന്ന് പറഞ്ഞ് ഇന്ന് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ അളക്കാൻ നോക്കുമ്പോൾ ഇവർ പറയുന്നത്, ആൾക്കാർ ചോദിച്ചു അതിലേതാണ് സ്ഥലം എല്ലാവരും, അതൊന്നും അവർ പറയുന്നില്ല. അവരെല്ലാ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ശരി എന്തോ ഒരു സംഭവം അവർ പറഞ്ഞത്. അപ്പം ഞങ്ങളിതിൽ ആവശ്യപ്പെടുള്ളൂ, കംപ്ലൈൻ്റ് ഉള്ള സംഭവമാണെങ്കിൽ അത് ശരിയാക്കിയിട്ട് വന്ന് അളക്കാൻ പാടുള്ളൂ. ഒരു കർഷകരുടെ ഭൂമി അവിടെ അളന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഭൂമി ഇത്രയും, നിങ്ങളുടെ ഭൂമി ഇതാണ് 5 സെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 10 സെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് 2 സെന്റ് കുറവുണ്ട്, ആളുകൾക്ക് ഒരു കുഴപ്പമില്ല, അതിലാളുകൾ കാണിച്ചു കൊടുക്കും. പകരം ആറളം, അവർ പറയുന്ന ആറളം പുഴയായിട്ടാണ് അറിയപ്പെടുന്നത്. എത്രയോ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ചീങ്കണ്ണി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള പഞ്ചായത്തിന്റെ അതിർത്തി എങ്ങനെ ആറളം പുഴയാകും? അല്ലെങ്കിൽ തന്നെ ഈ പുഴയുടെ ഇക്കരെ എങ്ങനെ ഈ ആറളത്തിന് പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് വരും? ഇവിടെ ആനമതിൽ പണിതപ്പം വ്യക്തമായ കൃത്യമായ അതിനുണ്ട്. പല കർഷകരുടെയും ഭൂമി അവിടെ സൈഡിലേക്ക് വിട്ടുകൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മതിൽ പണിതിരിക്കുന്നത്. ഇതൊക്കെ വിസ്മരിച്ച് ഇതൊരു ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടുന്ന് ഒരു മനഃപൂർവ്വം ഇന്ന് അതിന് പറയാതിരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കെട്ടിടം പണിയുന്നുണ്ട്.
ഒരുപക്ഷെ ആ കെട്ടിടമൊക്കെ പോയി ഇവർ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വൈലന്റ് ആവില്ലേ. പക്ഷെ ആളുകൾ വളരെ വിവരത്തോടു കൂടി അവരോട് പറഞ്ഞു ഞങ്ങൾ സർവേ നടന്നിട്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിന്റെ അതിന് കൃത്യമായിട്ട് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ ഇവിടെ അളക്കാൻ പറ്റത്തുള്ളൂ, ഞങ്ങളുടെ സ്ഥലം ഇത്രയുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് വ്യക്തത വരുത്തി മാത്രമേ അത് വളർത്താൻ സമ്മതിക്കുള്ളൂ. ഇവിടുത്തെ രാമലെ പൂക്കുണ്ട് പ്രദേശത്തെ ഒരു കർഷകന്റെ ഒരു സ്ഥലം പോലും പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല, പുറമ്പോക്കാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. ഇനി അങ്ങനെ വന്നാൽ അതിന് ശക്തമായ സമര പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ അതൊന്നും കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിലേതെങ്കിലും തരത്തിൽ വനംവകുപ്പിന്റെ ഒരു ലക്ഷ്യം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇപ്പൊ സംഭവിച്ചതേ കോയിക്കൽ ജോർജിയേട്ടന്റെ ഭൂമി അളക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ വിഷയം ഉണ്ടാകുന്നത്. അവിടെ വെച്ചിട്ടാണ് സബ് കളക്ടർ വരുന്നതും പ്രശ്നപരിഹാരം എന്ന നിലയിൽ കർഷകരോട് നിങ്ങളുടെ 1 സെന്റ് ഭൂമി പോലും വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് റീസർവേക്ക് നിങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് റീസർവേക്ക് ടീം അവിടെ എത്തുന്നത്. അവർ വന്നപ്പോൾ അവിടുത്തെ കർഷകർ ആവശ്യപ്പെട്ടത് കറക്റ്റായി തർക്കം ഇല്ലാത്ത ഭൂമി, അതായത് ജോർജിയേട്ടന്റെ ഭൂമി ഒഴിവാക്കി 3 ആളുകളുടെ ഭൂമി നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകുക. അതിനകത്ത് ഡിനിൻസി ബെന്നി എന്ന് പറയുന്ന ആ കക്ഷിയുടെ ഭൂമി അത് പിന്നെ വില്ലേജിൽ നിന്നുള്ള എന്താ ഒരു രജിസ്റ്റർ ഉണ്ട്, അത് അടക്കമുള്ള ഡീറ്റെയിൽസ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അടക്കമായിട്ടാണ് ഡിബിൻ അവിടെ അളക്കുന്നതിന് വേണ്ടി വന്നത്. അപ്പൊ അവിടുത്തെ അവരോടൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു FMB ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അതാണ് ആധികാരിക രേഖ എന്ന്. ആ ഭൂമി അളന്നതിന് ശേഷം ഇതിന്റെ അതിരെവിടെ, ഇതിന്റെ വിസ്തീർണം എത്ര എന്ന് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് ടെക്നിക്കൽ എറർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ടെക്നിക്കൽ എറർ അനുസരിച്ച് ഈ കൃത്യത വരുത്താതെ അളന്ന് തിട്ടപ്പെടുത്തി ഇവരവിടുന്ന് പോയി കഴിയുമ്പം എന്താണോ ഇവർ റെക്കോർഡ് ചെയ്യുന്നത് അതാണ് ആ ഭൂമിയെ സംബന്ധിച്ചുള്ള അന്തിമ രേഖയായി മാറുക എന്നുള്ളത് കൊണ്ടാണ് കർഷകർ അവിടെ സംഘടിച്ചതും അതിനെതിരെ ശബ്ദമുയർത്തിയതും. ഇപ്പോൾ ചോദിച്ച ചോദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന്, അതീവ ഗൗരവതരമായ നിഗൂഢമായ ഒരു ഇടപെടൽ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാസങ്ങൾക്ക് മുൻപ് ഒരു സർവേ ടീം ആരും അറിയാതെ ഈ പൂക്കുണ്ട് പ്രദേശത്തുള്ള വളയഞ്ചാല് പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് മറുപടി പോലും കൊടുക്കാത്ത വിധത്തിൽ അവിടെ ഒരു അളവ് നടത്തിയത്. ആ അളവിന്റെ അടിസ്ഥാനത്തിൽ ഇട്ടിട്ടുള്ള സർവേ രേഖ പ്രകാരമാണ് ആക്ച്വലി ഇപ്പം നടക്കുന്ന അളവെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് ആറളത്തിന്റെ ഭാഗമായി നടന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായി നടന്ന പുഴയുടെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പിന്നെ പരിശോധനയും ഒരളവുമായിരുന്നു. അതിനെ എതിർക്കാനും തടയാനും കർഷകർ ശ്രമിച്ചപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നിങ്ങൾക്കൊരു പ്രശ്നവും വരത്തില്ല, നിങ്ങൾ അതിനകത്ത് ഒരു തരത്തിലും ഇരകളായി മാറില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കർഷകരെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിടത്തോളം അത് ആധികാരികമായ രേഖയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കർഷകരെ വളരെ തന്ത്രപൂർവമായി വഞ്ചിച്ചിരിക്കുന്നു, കബളിപ്പിച്ചിരിക്കുന്നു. അതിന് പ്രാദേശിക ഭരണകൂടം കൂട്ടുനിന്നിരിക്കുന്നു എന്നുള്ളത്. കർഷകന്റെ ഭൂമി പിടിച്ചെടുക്കാനും ഈ ചീങ്കണ്ണിപ്പുഴ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാക്കാനും ആറളത്തിന്റെ ഭാഗമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു നിഗൂഢമായ ശ്രമം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടു കൂടി അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പൂക്കുണ്ട് മേഖലയിലെ കർഷകരുടെ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്ന വിധത്തിൽ റീസർവേ ടീം അവിടെ വരാനും അളക്കാനും ഇടയായിട്ടുള്ളത്. ഇതിനകത്ത് കർഷകർ സംഘടിതരാണ്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ സബ് കളക്ടർ വന്ന യോഗത്തിൽ അവർ പറഞ്ഞത് അവിടുത്തെ നാട്ടുകാര് സാധാരണ കർഷകരാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ അവർക്ക് വേണ്ടി ശക്തമായി സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സബ് കളക്ടർ പറഞ്ഞ നിങ്ങളുടെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വാഗ്ദാനത്തിൽ ഇവര് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് വീണ്ടും അളക്കാനുള്ള ഒരു അനുവാദം ഇവരന്ന് നൽകാൻ ഇടയായിട്ടുള്ളത്. പക്ഷെ അത് വഞ്ചിക്കുകയായിരുന്നു. ഇന്നലെ തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ അവർ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല, മെമ്പറെ വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല. അവസാനം വിളിച്ചിരുന്ന മെമ്പർ അവിടെ വന്നു. മെമ്പർ വന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ ഭൂമി അളക്കാൻ സമ്മതിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട്, ആ സമയത്ത് നിങ്ങൾ പരാതി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതല്ലല്ലോ, ഒരു പ്രശ്നമുണ്ടായി,
പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കളക്ടർ അയച്ച സബ് കളക്ടർ അവിടെ വന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ അടക്കം നേതൃത്വത്തിൽ അവിടെ യോഗം വിളിച്ചു ചേർത്തു. അതിനകത്ത് കർഷകർ പങ്കെടുത്തു. അവിടെ ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം എന്ന് പറയുന്നത് കർഷകന്റെ 1 സെന്റ് ഭൂമി പോലും പിടിച്ചെടുക്കാത്ത വിധത്തിൽ നിലവിലുള്ള ഭൂമി കർഷകന് നൽകുന്ന രീതിയിലുള്ള അളവ് അവിടെ നടക്കും എന്നുള്ളതായിരുന്നു. പിന്നെ എന്തിനാണ് കളക്ടർ സബ് കളക്ടറെ വിട്ടതും അവിടെ അങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തതും അവിടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. തീരുമാനമല്ല നടപ്പിലാകുന്നത്. നടന്നത് നേരത്തെ വന്ന് കോയിക്കൽ ജോർജേട്ടന്റെ ഭൂമിയിൽ എന്താണോ ചെയ്തത് അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പുറത്തും നടത്തിയത്. ആ തനിയാവർത്തനം അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ തനിയാവർത്തനം അവിടെ നടത്താമെന്ന് സർക്കാരിന്റെ പിൻബലമോ പഞ്ചായത്തിന്റെ പിൻബലമോ ഒക്കെ ഉണ്ടെങ്കിലും ഒരു സർവേ ടീമും വന്നാൽ അതിന് ഞങ്ങൾ അനുവദിക്കില്ല, അവിടുത്തെ കർഷകരും അനുവദിക്കില്ല. കാരണം കഷ്ടപ്പെട്ട് ഇന്നൊക്കെ പാല് റബ്ബർ വെട്ടി വെച്ചിട്ട് ആ പാല് പോലും പോയാൽ പോകട്ടെ, കുറച്ചു പോയാലും വേണ്ടില്ല, ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള രീതിയിലാണ് അവിടെ കർഷകർ സംഘടിച്ചു വന്നിട്ടുള്ളത്. ഇത് ന്യായമായ കൃത്യമായ അതിർത്തിക്കുള്ളിൽ ആധാരം കയ്യിലുള്ള ഈ കഴിഞ്ഞ വർഷം വരെ വില്ലേജിനകത്ത് നികുതി അടച്ച കർഷകന്റെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കർഷകർ നടത്തുന്നത്. അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഗവൺമെന്റ് തീരുമാനം, ഒരു ഉത്തരവിറക്കിയാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ടോ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ടോ MLA പലതവണയായി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം ന്യായയുക്തമായ രീതിയിൽ കൃത്യമായ അതിർത്തി നിർണയിച്ചുകൊണ്ട് കർഷകരുടെ ഭൂമി കർഷകന് ലഭിക്കുന്ന വിധത്തിൽ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമടക്കം ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്.